ഹായ് ഓൾ, വെൽക്കം ടു ലീഡ്സ് അക്കാദമി സ്മാർട്ട് സാപ്പ്. ഇംഗ്ലീഷിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇംഗ്ലീഷിൻ്റെ യൂണിറ്റിലെ ദ നെവർ നെവർ നെസ്റ്റ് എന്ന് പറഞ്ഞ വൺ ആക്ട് പ്ലേ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇറ്റ് ഈസ് റിട്ടൺ ബൈ സെഡ്രിക് മൗണ്ട്. ഓക്കെ, എന്താണ് വൺ ആക്ട് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, നമുക്കറിയാമോ വൺ ആക്ട് പ്ലേ എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ നാടകം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒക്കെ നാടകങ്ങൾ ഓക്കെ, നമ്മൾ പള്ളിപ്പറമ്പിലും അതുപോലെ തന്നെ ഉത്സവപ്പറമ്പിലൊക്കെ നടക്കാറുണ്ട് നാടകങ്ങൾ. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ വലിയ താല്പര്യമില്ലാത്തൊരു ഏരിയ ആയിരിക്കാം നാടകങ്ങൾ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ചെറിയ വൺ ആക്ട് പ്ലേ ആണ്. വൺ ആക്ട് പ്ലേ എന്ന് പറഞ്ഞാൽ ഏകാംഗ നാടകമാണ്. ഒരു രംഗം മാത്രമുള്ള നാടകത്തിനെയാണ് വൺ ആക്ട് പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വൺ ആക്ട് പ്ലേ ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായ ഒരു വൺ ആക്ട് പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ഓതറിനെ കുറിച്ച് നോക്കിയാലോ. ഓതറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടില്ല. സെഡ്രിക് മൗണ്ട് ഇതാണ്. സോ ഷീസ് എ വൺ ഓഫ് ദ ഫേമസ് റൈറ്റർ ആൻഡ് ഹർ വൺ ആക്ട് പ്ലേ ഈസ് ദിസ് ദ നെവർ നെവർ നെസ്റ്റ്. അവരുടെ ഏറ്റവും ഫേമസ് ആയ റൈറ്റിങ്സ് എന്ന് പറയുന്നത് ഈ വൺ ആക്ട് പ്ലേ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ജാക്ക്. ഓക്കെ, ജാക്ക് എന്ന് പറയുന്ന ഒരാളാണ് ഇതിൽ മെയിൻ ക്യാരക്ടർ. ആൻഡ് ഹീസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് കൺസ്യൂമർ സൊസൈറ്റി. ഒരു കൺസ്യൂമർ സൊസൈറ്റിയുടെ ഒരു ഏറ്റവും വലിയ റെപ്രസെൻറ്റേറ്റീവ് ആണ് ജാക്ക് എന്ന് പറയുന്നത്. കൺസ്യൂമർ ആരാണ്? കൺസ്യൂമർ. ഓക്കെ, സാധനങ്ങളൊക്കെ വാങ്ങുന്ന നമ്മളൊരു കൺസ്യൂമർ സൊസൈറ്റി, കൺസ്യൂമറിസം ഉള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്കെല്ലാവരും വാങ്ങണം, വാങ്ങിക്കൂട്ടണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരാളാണ് ഇതിലെ മെയിൻ കഥാപാത്രമായ ജാക്ക്. ആൻഡ് ഹിസ് വൈഫ് ജിൽ. ജില്ലാണ് വൈഫ്. എ ഹൗസ് വൈഫ് ഹു എൻകറേജ് ഹർ ഹസ്ബൻഡ് ടു ഗെറ്റ് തിങ്സ് ഓൺ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഹസ്ബൻഡിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എന്തിനാ? സാധനങ്ങൾ വാങ്ങിക്കൂട്ടാം, മേടിച്ച ചേട്ടാ ഇങ്ങോട്ട് പോട്ടെ ചേട്ടാ എന്ന് പറയുന്ന ഒരാളാണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ആൻ ജെയിൻ. ആൻ ജെയിൻ ഈസ് എ സെൻസിബിൾ ആൻഡ് ഹു വാണ്ട്സ് ജാക്ക് ആൻഡ് ജിൽ ടു ലീവ് വിത്തിൻ ദെയർ മീൻസ്. അപ്പോൾ ഇതിൽ ഏറ്റവും സെൻസിബിളായ മെച്യൂരിറ്റി ഉള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ആൻറ്റിയായ ആൻ ജെയിനാണ്. അപ്പോൾ ഇവരെ ഒരു സെൻസിബിൾ ക്യാരക്ടറാണ്. ഇവരെ ഏറ്റവും കൂടുതൽ ലൈഫിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ കൃത്യമായ അഡ്വൈസ് കൊടുത്തിട്ടുമുള്ള ഒരു മെച്യൂറായ ഒരു ലേഡിയാണ് ജെയിൻ. അതുപോലെ തന്നെ ഒരു മൈനർ ക്യാരക്ടറായ നേഴ്സ്. ഇത്രയും ആൾക്കാരാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. നമുക്ക് അങ്ങനെയെങ്കിൽ ഇതിൻ്റെ സെറ്റിംഗ് ഏതാണെന്ന് നോക്കാം. ദ സെറ്റിംഗ് ഓഫ് ദ പ്ലേ ഈസ് ഇൻ ദ വില്ല അറ്റ് ന്യൂ ഹാംസ്റ്റഡ്. ന്യൂ ഹാംസ്റ്റഡിലെ ജാക്ക് ആൻഡ് ജില്ലിൻ്റെ വില്ല അല്ലെങ്കിൽ അവരുടെ വീട്ടിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ പ്ലേ? ലിവ് വിത്തിൻ യുവർ ഓൺ മീൻസ്. ഓക്കെ, നമ്മുടെ മീൻസിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം, അല്ലെ നമ്മുടെ കഴിവിനനുസരിച്ച് ജീവിക്കാൻ പറ്റണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കർണന്മാർ പറയുന്നത് ആന വാവിളിക്കുന്ന കണ്ടിട്ട് അണ്ണ വാവിളിക്കാൻ നിൽക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ലിവ് വിത്തിൻ യുവർ ഓൺ മീൻസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സമ്മറിയിലേക്ക് പോകാം. The Never Never Nest is one act play by Cedric Mount. The main characters are Jack and Jill, a couple, and Aunt Jane and a nurse. Jack and his wife Jill lead a comfortable and luxurious life in their beautiful villa in New Hampstead. Okay, they are living a luxurious life and they are living in a villa in New Hampstead. One day, Aunt Jane came to visit their house. Jack and Jill showed her their house, furniture, all other household things with much pride. Okay, Aunt Jane വന്ന് വിസിറ്റ് ചെയ്യാൻ നമ്മുടെ വീട്ടിലൊക്കെ അതിഥികൾ അല്ലെങ്കിൽ ആൻറ്റിമാരൊക്കെ വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വന്ന് ഇത് കണ്ടോ, ഞങ്ങളുടെ വീട് കണ്ടോ, വീട്ടിലെ സാധനങ്ങൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഓരോ സാധനങ്ങൾ കാണിച്ചു കൊടുത്തു. ദേ ഹാഡ് ഗുഡ് ഫർണിച്ചർ. ഇനി അവരുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നോക്കാം നമുക്ക്. ഗുഡ് ഫർണിച്ചർ, എ കാർ, എ റെഫ്രിജറേറ്റർ, എ പിയാനോ, എ റേഡിയോഗ്രാം. റേഡിയോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്ന റേഡിയോ ആണ്. ഇൻ അഡീഷൻ ടു ദെയർ ബ്യൂട്ടിഫുൾ ഹൗസ്. ഒന്നാമത്തെ കാര്യം അവരുടെ ഹൗസ് നല്ല ബ്യൂട്ടിഫുൾ, ഭംഗിയുള്ള, വെൽ ഫർണിഷ്ഡ് ആയ ഹൗസാണ്. ഇനി അതിൽ നല്ല ഗുഡ് എക്സ്പെൻസീവായ ഫർണിച്ചേഴ്സ് ഉണ്ട്, കാറ് സ്വന്തമായിട്ടുണ്ട്, റെഫ്രിജറേറ്റർ ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ പിയാനോ ഉണ്ട്, റേഡിയോ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ അവരുടെ വീട്ടിലുണ്ട്. അങ്ങനെ ഒരു ലക്ഷൂറിയസ് ലൈഫ് ആണ് ആര് ജീവിക്കുന്നത്? ജാക്കും ജില്ലും. Aunt Jane was much impressed by their facilities in the house. She thought that they had to pay a huge amount as a rent. She asked how much it was. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയി. ഇത്രയും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മേടിക്കാൻ പറ്റി?
നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് കിട്ടി? അപ്പോൾ ഇനി ഈ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ തന്നെയാണോ? അങ്ങനെയെങ്കിൽ എത്ര റെൻറ്റ് കൊടുക്കേണ്ട വരും? ഇങ്ങനെ പല ഡൗട്ട്സായി. അങ്ങനെ ആൻജൈൻ ചോദിച്ചു, നിങ്ങൾ എത്ര മാസം റെൻറ്റ് കൊടുക്കുന്നുണ്ട്? ജാക്ക് ആൻഡ് ജിൽ സെഡ് ദാറ്റ് ദേ ഡിഡ് നോട്ട് ഹാവ് ടു പേ റെൻറ്റ്, ദേ ഓൺഡ് ഓൾ തിങ്സ് ഇൻക്ലൂഡിങ് ദ വില്ല സ്റ്റേസ്. അപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾ റെൻറ്റ് കൊടുക്കാറൊന്നുമില്ല. കാരണം എന്താ, ഇത് ഞങ്ങളുടെ സ്വന്തം വീടാണ്, ഞങ്ങൾ വാങ്ങിച്ച വീടാണ്, ഇതിലുള്ള എല്ലാ സാധനവും ഞങ്ങളുടെ സ്വന്തമാണ്. ആൻജൈൻ കുഡ് നോട്ട് ബിലീവ് ദിസ്. ഇതൊരിക്കലും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ഇവർക്ക് എങ്ങനെ മേടിച്ചു? കാരണം ഇവരെക്കുറിച്ച് കൃത്യമായിട്ട് ആർക്കറിയാം? ആൻജൈനെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതെങ്ങനെ സാധിച്ചു? ആൻജൈൻ കുഡ് നോട്ട് ബിലീവ് ദിസ്. ഷീ ഡൗട്ടഡ് വെദർ ഷീ wrote by mistake 20,000 pounds instead of 20,000 pounds instead of 200 in the check which she had given them as a wedding gift. അപ്പോൾ അവർക്കൊരു ഡൗട്ട്, ഇനി ഞാൻ ഇവർക്ക് കൊടുത്ത വെഡ്ഡിങ് ഗിഫ്റ്റിൽ ചെക്ക് കൊടുത്തിരുന്നു, ഈ ചെക്കിൽ ഞാൻ 2000 ആണോ എഴുതിയത്? 200 കൊടുക്കാണ്ടിരുന്നിട്ട് എത്രയാ കൊടുത്തിരിക്കുന്നത്? 2000 ആണോ കൊടുത്തിരിക്കുന്നത്? അതുകൊണ്ടാണോ ഇവരിതൊക്കെ വാങ്ങി എന്നുള്ളൊരു ഡൗട്ട് വന്നു. But when Aunt Jane asked seriously whether they really owned all their things, they said that they bought all those things. അപ്പോൾ അവർ പറഞ്ഞേ ഒന്നുമില്ല, ആൻറ്റി ഇത്ര പൈസ തന്നിട്ടുള്ളൂ, പിന്നെ എങ്ങനെ ഈ സാധനം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റി? അപ്പോൾ അവർ സീരിയസ്ലി അതിനുള്ള ആൻസർ പറഞ്ഞു, they bought all things in installment scheme. ഓക്കെ, അവർ ഈ സാധനം മുഴുവൻ മേടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇൻസ്റ്റാൾമെൻറ്റ്, EMI വാങ്ങിയിരിക്കുന്ന സാധനങ്ങളാണ് ഇത് മുഴുവൻ. നമുക്കറിയാം EMI സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് തവണകളായിട്ട് കൊടുത്താൽ മതി, സാധനം അപ്പം തന്നെ കിട്ടും, പക്ഷേ ഇൻട്രസ്റ്റ് വരും. ഇൻട്രസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം നല്ലതാണ്, പക്ഷേ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ 50,000 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് അടക്കം ചിലപ്പോൾ 60,000 രൂപ വരും. ഓക്കെ, ഷീ ആസ്ക്ഡ് ദം ഹൗ മച്ച് ദേ ഹാവ് ടു പേ ആസ് ഇൻസ്റ്റാൾമെൻറ്റ്, ഹൗ മച്ച് ജാക്ക് ഏൺ വീക്ക്ലി. അപ്പോൾ അവർക്ക് വീണ്ടും ഡൗട്ടായി, ഇൻസ്റ്റാൾമെൻ്റ് ആണ്, അപ്പോൾ എത്ര ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം? ഇത്രയും വെൽ ലക്ഷൂറിയസ് ആയ വീട്, അതിലുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള ഇത് ആൾക്കാർക്ക് എത്ര രൂപ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും? അപ്പോൾ എത്ര ജാക്ക് ഏൺ ചെയ്യുന്നുണ്ടെന്നുള്ളതായിട്ടുണ്ടാവും. സോ ബിക്കോസ് ഹിസ് ഏർണിംഗ് ഈസ് വെരി മീഗർ. ഓക്കെ, വളരെ തുച്ഛമായ വേതനമുള്ള ആളാണ്. അപ്പോൾ ഇനിയല്ല ഇൻക്രിമെൻറ്റും കിട്ടിയോ? അപ്പോൾ ഇൻക്രിമെൻറ്റിൽ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ജാക്ക് റിപ്ലൈഡ് ദാറ്റ് ഹി ഏൺ 6 pounds വീക്ക്ലി. അപ്പോൾ അവൻ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു, എനിക്ക് വീക്ക്ലി എത്ര കിട്ടുന്നുണ്ട്? 6 pounds കിട്ടുന്നുണ്ട്. They had to pay 7 pounds 8 and 8 pence. അപ്പോൾ അവർക്ക് എത്ര കൊടുക്കണം? 7 pounds and 8 pence എ വീക്ക് ആണ് ഇൻസ്റ്റാൾമെൻറ്റ്. 6 രൂപ കിട്ടുന്നുണ്ട്, 7 pounds 8 pence അല്ലെങ്കിൽ 7 pounds അവർ 8 poundsന് അടുത്ത് എന്ത് കൊടുക്കണം? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കണം. അതെങ്ങനെയാണ് ശരിയാകുന്നത്? 6 pounds ആപാടെ ഏർണിങ്സ് ഉള്ളൂ, 8 poundsന് അടുത്ത് ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിനായിട്ട് കൊടുക്കണം. അപ്പോൾ ഇന്നും കൂടി ഒന്നും വേണ്ടേ? അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ പിന്നെയും പൈസ കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ അടുത്ത സിസ്റ്റം, ദേ വുഡ് ടേക്ക് ലോൺ ഫ്രം സർട്ടൻ ഫിനാൻസ്. അപ്പോൾ അങ്ങനെ തികയാത്ത പൈസ അവരെന്ത് ചെയ്യും? ലോൺ എടുക്കും ഫിനാൻസിൽ നിന്ന്. ആൻഡ് കോർപ്പറേഷൻ ടു പേ എക്സ്ട്രാ എമൗണ്ട് ആൻഡ് ദാറ്റ് ഓൾസോ ദേ വുഡ് പേ ഓഫ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ അതും എന്ത് ചെയ്യും? ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാനായിട്ട് വേറൊരു എമൗണ്ട് എടുത്തു, അത് ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ച് ഇങ്ങനെ റോളിംഗ് ആണ്, ഇവിടുന്ന് എടുത്ത് അവിടെ കൊടുത്തു, ഇവിടുന്ന് എടുത്ത് അവിടെ കൊടുത്തു, ഇങ്ങനെ തന്നെ. സോ this is the system they are living. Aunt Jane was against the installment system and her motto was cash down payment. അപ്പോൾ Aunt Jane എന്ന് പറഞ്ഞാൽ സെൻസിബിൾ ആയ മെച്യൂർ ആയ ഒരു ലേഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷീ ഈസ് എൻറ്റയർലി അഗെയിൻസ്റ്റ് ദ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം ആൻഡ് ഹർ മോട്ടോ വാസ് ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ്. ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ സാധനം മേടിക്കുക, ഉപയോഗിക്കുക, അതാണ് ബെറ്റർ. ഷീ ഡിസപ്രൂവ്ഡ് ജാക്ക് ആൻഡ് ജിൽസ് വേ ഓഫ് ലൈഫ്. അപ്പോൾ അവരുടെ ഈ ഒരു വേ ഓഫ് ലൈഫിനെ ഒരിക്കലും ആരും അപ്രൂവ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഒരു ലൈഫ് നിങ്ങളെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് കൃത്യമായിട്ട് ആർക്കറിയാം? ആൻറ്റീനറിയാം. ഷീ റെഫ്യൂസ് ടു സിറ്റ് ഓൺ ദ ഫർണിച്ചർ ദർ ആസ് ദേ ഡിഡ് നോട്ട് ബിലോങ് ജാക്ക് ആൻഡ് ജിൽ ഫുള്ളി ആൻഡ് ഷീ ഹേസ്റ്റൻ ടു ലീവ്. അപ്പോൾ അവൾ ആൻറ്റീനെ നിങ്ങൾ ഇരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞാൽ, ഈ ഫർണിച്ചർ നിങ്ങളുടെ സ്വന്തമല്ല, പിന്നെ ഞാനെങ്ങനെ ഇതിൻ്റെ അകത്ത് ഇരിക്കും? ഓക്കെ, ജാക്ക് ഓഫേർഡ്, ഇനി വീട്ടിൽ നിന്ന് അത്രയും പെട്ടെന്ന് പോകാനായിട്ട് തീരുമാനിച്ചു. പോകാൻ നേരത്ത് ജാക്ക് പറഞ്ഞു, ആൻറ്റി വിഷമിക്കണ്ട, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാറിന് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ജാക്ക് ഓഫേർഡ് ടു ടേക്ക് ഹർ ദ സ്റ്റേ ടു ഇൻ ഹിസ് കാർ ബട്ട് ഷീ റെഫ്യൂസ് ടു ട്രാവൽ ഇൻ കാർ
of which he owned only the steering wheel and one of the tires and 2 the cylinders. അപ്പോൾ ആൻറ്റി പറഞ്ഞ ഈ കാറിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നിനക്ക് സ്വന്തമായിട്ടുള്ളൂ. ഒരു സ്റ്റിയറിംഗ് സ്വന്തമായിട്ടുണ്ട്, ഒരു ടയർ സ്വന്തമായിട്ടുണ്ട്, പിന്നെന്താ പിന്നെ 2 സിലിണ്ടേഴ്സ് ഉണ്ട്. ഇത് വെച്ച് വണ്ടി ഓടുമില്ലോ. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ സ്വന്തമാകുമെന്ന് നീ പറ, ഞാൻ അപ്പോൾ വണ്ടിയെ കയറാമെന്ന് പറഞ്ഞു. ബിഫോർ ലിവിങ് ഷീ ഗേവ് ജിൽ എ ചെക്ക് ഫോർ 10 pounds ടു പേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ബിൽസ്. അപ്പോൾ അവർക്ക് അവരോട് സഹതാപം തോന്നിയിട്ട് പോകാൻ നേരത്തെ ആൻജെയിൻ വീണ്ടും ഒരു ചെക്ക് കൊടുത്തു 10 pounds. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബില്ലെങ്കിലും പേ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ്. ജിൽ ഡിസൈഡഡ് ടു പേ. ഇപ്പോൾ ജില്ലൊരു കാര്യം തീരുമാനിച്ചു, ഈ ചെക്ക് ഡോക്ടറിന് കൊടുക്കാം, ഡോക്ടേഴ്സ് ബിൽ വിത്ത് ഇറ്റ്, സോ ദാറ്റ് ദേ കുഡ് അറ്റ്ലീസ്റ്റ് ഓൺ ദെയർ ബേബി ആസ് ദേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെഡ്രിക് മൗണ്ട് ശരിക്കും കളിയാക്കിക്കൊണ്ട് ലാസ്റ്റ് പറയാണ്, ഇവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഉണ്ടായ കുട്ടീനെ പോലും ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, അതിനെ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റിന് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് കുട്ടിയെ അവർക്ക് സ്വന്തമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് തൻ്റെ കുട്ടീനെയെങ്കിലും സ്വന്തമായിട്ട് കിട്ടുമല്ലോ. ആൻഡ് ഷീ പുട്ട് ദ ചെക്ക് ഇൻ ആൻ എൻവലപ്പ് അഡ്രസ്ഡ് ടു ഡോക്ടർ മാർട്ടിൻ ആൻഡ് സെൻഡ് ദ നേഴ്സ് ടു പോസ്റ്റ് ഇറ്റ്. അങ്ങനെ ജില്ല എന്ത് ചെയ്തു, അത് ചെക്ക് ഒരു എൻവലപ്പിലിട്ട് ഡോക്ടർ മാർട്ടിൻ അയക്കാനായിട്ട് നേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ വെൻ ജാക്ക് ആസ്ക്ഡ് ജിൽ വൈ ഷീ സെൻഡ് ദ മണി ടു ഡോക്ടർ, അപ്പോൾ ജാക്ക് ചോദിച്ചു നീ എന്തിനാ ആ പൈസ ഡോക്ടറിന് അയച്ചത്? അപ്പോൾ ഷീ ടോൾഡ് ഹിം ക്രൈയിങ് വിത്ത് ദാറ്റ് വൺ ഇൻസ്റ്റാൾമെൻറ്റ് അറ്റ്ലീസ്റ്റ് ദ ബേബി വാസ് റിയലി ദയോഴ്സ്. ഓക്കെ, അങ്ങനെയെങ്കിലും നമ്മുടെ കുട്ടിയെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഈ പ്ലേ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭയങ്കര ഡേഞ്ചറിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പറയുന്നത് കൺസ്യൂമർ സൊസൈറ്റീൻ്റെ ഡേഞ്ചറാണ്. നമ്മളെല്ലാം വാങ്ങി ഉപയോഗിക്കണം, വാങ്ങി കൂട്ടണം എന്നുള്ള ഒരു തിരക്കിലാണ് നമ്മളെല്ലാവരും. ആ ഒരു സിസ്റ്റത്തിനെയാണ് ഇവിടെ ശരിക്കും സെഡ്രിക് മൗണ്ട് കളിയാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ നോക്കാം. ഈ റിവ്യൂ 7 മാർക്കിൻ്റെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. റിവ്യൂ ഓഫ് ദ ഡ്രാമ. ഓക്കെ, അറിയാം നമുക്കൊരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് മിനിമം 3 പാരഗ്രാഫ് അല്ലെങ്കിൽ മാക്സിമം 5 പാരഗ്രാഫ് എഴുതാമെന്നറിയാം. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് വരാം. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ യങ് മാരീഡ് കപ്പിൾ ജാക്ക് ആൻഡ് ജിൽ ഹു ഹാവ് എ ബേബി. ഓക്കെ, അവർക്ക് സ്വന്തമായിട്ടൊരു ബേബി ഉണ്ട്. ആൻഡ് ദ വേ ഓഫ് ലിവിങ് ഈസ് പർച്ചേസിങ് ഓൾ ദ കംഫർട്ട്സ് ടു ദെയർ ഹോം. അപ്പോൾ അവരുടെ ഒരു വേ ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ ലക്ഷൂറിയസ് ലൈഫാണ്. എല്ലാ കംഫർട്ട്സും വാങ്ങിക്കൂട്ടുന്ന ആൾക്കാരാണ്, പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. ദെയർ ഹാബിറ്റ് ഈസ് ബോറോവിങ് ഓൺ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം. അവർ കടമായിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ അവരുടെ കംഫർട്ട്സ് ആയ സാധനങ്ങളെല്ലാം അവർ വാങ്ങിക്കൂട്ടുന്നു. വെൻ ആൻജെയിൻ വിസിറ്റഡ് ജാക്ക് ആൻഡ് ജിൽസ് ഹൗസ് ഹി വാസ് സർപ്രൈസ് ടു ഫൈൻഡ് ദാറ്റ് ദേ ഗോട്ട് എ ഓൾ ദ ലക്ഷൂറിയസ് അറ്റ് ഹോം. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഏറ്റവും സർപ്രൈസ് ആയി. കാരണം എന്താ, ദേ ഹാവ് ഓൾ ദ ലക്ഷൂറിയസ് അറ്റ് ഹോം. ആൻഡ് ഷീ കുഡ് നോട്ട് ബിലീവ് ദാറ്റ് ഹൗ ദേ കുഡ് ബ്രോട്ട് ഓൾ കംഫർട്ട് ദർ വിത്ത് മീഗർ ഇൻകം. അപ്പോൾ അവർക്ക് ഭയങ്കര സർപ്രൈസായി, ഇത്രയും തുച്ഛമായ ഇൻകത്തിൽ ഇവരിതെങ്ങനെയാണ് വാങ്ങിയത്. ജാക്സ് ഇൻകം വാസ് 6 pounds ആൻഡ് സ്പെൻഡ് 7 pounds and 8 pence എ വീക്ക്. അപ്പോൾ ഇവരെന്താണ്, 6 pounds ഏർണിങ്സ് ഉണ്ട്, പക്ഷേ 7 pounds and 8 pence എന്ത് ചെയ്യുന്നു, എക്സ്പെൻസ് ആയിട്ട് പോകുന്നു. ഹിൽ, അടുത്ത പാരഗ്രാഫ്, മൂന്നാമത്തെ പാരഗ്രാഫാണ്. ഹി ലിവ്സ് ഇൻ എ വെൽ ഫർണിഷ്ഡ് ഹൗസ്. ഒരു നല്ല ഫർണിഷ്ഡ് ആയ വെൽ ലക്ഷൂറിയസ് ഹൗസിലാണ് ജീവിക്കുന്നത്. ഹി ഹാസ് ബോട്ട് കോസ്റ്റ്ലി ഫർണിച്ചർ, റെഫ്രിജറേറ്റർ, പിയാനോ, റേഡിയോ, കാർ എക്സെട്ര ഫോർ ഇൻസ്റ്റാൾമെൻറ്റ്. ഇത്രയും സാധനങ്ങളെല്ലാം അവർ ഇൻസ്റ്റാൾമെൻറ്റിൽ വാങ്ങിയതാണ്. ഷീ ഈവൻ സസ്പെക്റ്റഡ് ദാറ്റ് ഷീ ഗേവ് ദം 2000 pounds ഇൻസ്റ്റെഡ് ഓഫ് 200 pounds ആസ് ദ വെഡിങ്. അപ്പോൾ അവർക്ക് ആൻജെയിന് ഡൗട്ടായി, തൻ്റെ വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് കൊടുത്ത 200 pound ആണോ അതോ 2000 pounds ആണോ. ലേറ്റർ ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദേ ബോട്ട് ഓൾ ദോസ് തിങ്സ് അറ്റ് ദെയർ ഹോം ഓൺ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം. പിന്നെയാണ് മനസ്സിലായത് ഇവരെല്ലാ സാധനവും എന്താണ്, ഇൻസ്റ്റാൾമെൻറ്റിലാണ് വാങ്ങിയിരിക്കുന്നത്. ഹി ഹാസ് ടു പേ പൗണ്ട്സ് ഇൻ എ വീക്ക്. ഓക്കെ, ഇത്രയും പൗണ്ട്സ് ഇവർ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഷീ വാസ് ഷോക്ക്ഡ് ടു നോ ദാറ്റ് ദേ കുഡ് നോട്ട് പൊസസ് ഈവൻ എ സിംഗിൾ ഐറ്റം ആസ് ദെയർ ഓൺ. അപ്പോൾ അവരുടെ സ്വന്തം എന്ന് പറയാവുന്ന ഒരു ഐറ്റം പോലും വീട്ടിലില്ലാത്ത അവസ്ഥയാണ്. ദേ കനോട്ട് പേ ദ എമൗണ്ട് ഇമ്മീഡിയറ്റ്ലി ആസ് ദേ ഹാവ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്. ഇനി അവരുടെ അവസ്ഥ വെച്ച് ഒരിക്കലും പെട്ടെന്ന് അവർക്ക് ഇത് കൊടുത്തു തീർക്കാനും കഴിയില്ല. ആൻജെയിൻ ഗേവ് ദം എ ചെക്ക്
of 10 pounds to pay off at least one of the bill. So they could make one as their own. അപ്പോൾ അവർക്ക് പോകാൻ നേരത്തെ ആൺജീൻ അവരോട് സഹതാപം തോന്നിയിട്ട് 10 pounds കൊടുത്തു, ഒരു വസ്തുവെങ്കിലും അവരുടെ സ്വന്തമായി തീരാൻ വേണ്ടി. She instructed them to pay the bill of the hospital. They could not pay the hospital bill of their own. This amount was used to pay the bill. അങ്ങനെ അവരോട് ഇൻസ്ട്രക്ട് ചെയ്തു, നിങ്ങൾ ഹോസ്പിറ്റലിൽ ബില്ല് പേ ചെയ്ത് കുട്ടിയെ സ്വന്തമാക്കാനായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. Her kind support helped Jack and Jill to possess their baby by paying the bill. അവരുടെ ഈ കൈൻഡ് സപ്പോർട്ടാണ് അവരുടെ ബേബി എങ്കിലും അവർക്ക് സ്വന്തമാകാൻ കാരണം. The author exposes the danger of installment scheme and its adversity. അപ്പോൾ ഇത് ഡേഞ്ചർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിനെയാണ് ഈ ഒരു വൺ ആക്ട് പ്ലേയിലൂടെ സെഡ്രിക് മൗണ്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് അഡ്വേഴ്സിറ്റീസ് ഓൺ ഹ്യൂമൻ ലൈഫ്. ഓക്കെ, അപ്പോൾ ഇത് റിവ്യൂ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമുക്കിതിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ജാക്കും ചോദിക്കാം, ജില്ലും ചോദിക്കാം, ആൺജെയിനും ചോദിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളത് ക്യാരക്ടർ സ്കെച്ചാക്കി മാറ്റണം, ഇൻട്രഡക്ഷൻ കൊടുക്കണം. ഓക്കെ, അതായത് നമുക്കറിയാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജാക്കിനെയാണ് ചോദിക്കുന്നതെങ്കിൽ ജാക്ക് ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ വൺ ആക്ട് പ്ലേ ദ നെവർ നെവർ നെസ്റ്റ് റിട്ടൺ ബൈ സെഡ്രിക് മൗണ്ട്. ഓക്കെ, പിന്നെ ജാക്കിനെ കുറിച്ച് ഒരു സെൻറ്റൻസ് പറയുന്നു, ജാക്ക് ഈസ് ദ വൺ ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് കൺസ്യൂമർ സൊസൈറ്റി. പിന്നെ ബാക്കി കാര്യങ്ങൾ ഈ റിവ്യൂന്ന് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. ജില്ലിനെ ആണെങ്കിൽ എന്താ, ഇതേപോലെ തന്നെ സ്റ്റാർട്ടിങ് ഇൻട്രഡക്ഷൻ കൊടുക്കുക. ജിൽ ദ വൈഫ് ഓഫ് ജാക്ക് ആൻഡ് സപ്പോർട്ടിങ് ഹർ ഹസ്ബൻഡ് ടു ബൈ തിങ്സ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം. ബാക്കി റിവ്യൂ വെച്ച് നിങ്ങൾ ഫില്ല് ചെയ്ത് എഴുതുക. ഇനി അടുത്തത് വരുന്നത് ആൺജെയിൻ്റെ ക്യാരക്ടറാണ്. ആൺജെയിനെ കുറിച്ച് പറയുമ്പം ഇതേപോലെ ഇൻട്രഡക്ഷൻ കൊടുത്തു, അവരെക്കുറിച്ച് പറയാം, എ സെൻസിബിൾ ആൻഡ് മെച്യൂർഡ് ലേഡി ആൻഡ് ഹു ഹാസ് എഗെയിൻസ്റ്റ് ദ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. ഓക്കെ, ബാക്കി നമുക്ക് ഈ റിവ്യൂ വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഡയറി ഓഫ് ആൺജെയിൻ ചോദിക്കാം, ആൻഡ് ഇൻഫോർമൽ ലെറ്റർ റിട്ടൺ ബൈ ആൺജെയിൻ ടു ജാക്ക് ആൻഡ് ജില്ല്, പിന്നെ കോൺവെർസേഷൻ ബിറ്റ്വീൻ ആൺജെയിൻ ആൻഡ് ജാക്ക് അല്ലെങ്കിൽ ജാക്ക് ആൻഡ് ജില്ല്, ഇവരുടെ കോൺവെർസേഷൻ. ഇതൊക്കെയാണ് ഈ ലെസണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ലെസൺ മനസ്സിലായല്ലോ, പെർഫെക്റ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെസണുമായിട്ട് കാണാം. ഓക്കെ, ബൈ, സി യു.